ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ വേനൽ ചൂടിൽ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഇതുപോലുള്ള ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പൈനാപ്പിൾ വേണം എടുക്കാനായിട്ട്. അത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ നടുഭാഗത്തുള്ള ആ കട്ടിയുള്ള പോർഷനെല്ലാം ഒന്ന് മാറ്റി വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഫുള്ളായിട്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പിനും കുറച്ച് താഴെയായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു കറക്റ്റായിട്ടുള്ള മധുരമാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു 4 വിസിൽ വന്ന് അതിൻ്റെ പ്രഷറെല്ലാം ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചും കൂടെ ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം. അതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഫുള്ളായിട്ടും ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ആ പൈനാപ്പിളിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാകും. നമുക്കൊരു അരിപ്പയിലൂടെ ഇതൊരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം. ഇതുപോലെ പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് തൊണ്ടയിൽ ഉണ്ടാകുന്ന അച്ചൊറിച്ചിലൊന്നും ഉണ്ടാകത്തില്ല. നല്ല ടേസ്റ്റുമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് തന്നെ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ആ വേസ്റ്റ് മാറ്റിക്കളയാം. ഇനി നമുക്ക് ഇതിലേക്ക് എത്രയാണോ ആ പൈനാപ്പിൾ ജ്യൂസിന് ലൂസ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഐസ് വാട്ടറോ ഐസ് ക്യൂബ്സോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.